മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ അവലോകന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ടൗൺഷിപ്പ് നിർമ്മാണം വേഗത്തിലാക്കാനും തീരുമാനമായി. ഉപജീവന ബത്ത ഇവർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 മാസത്തേക്ക് ഇൻ ടോട്ടൽ നടന്നു പോകുന്നത് പോലെ തന്നെ തുടരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. എല്ലാ പ്രവൃത്തിയുടെയും അവലോകനം നടത്താൻ പ്രാഥമികമായ അവലോകനം ഇന്നത്തെ യോഗത്തിൽ നടത്തി. ബാക്കിയുള്ള തുടർകാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. ദുരന്തബാധിതരായ ആളുകളോട് ചേർന്ന് നിന്ന് ഈ ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചലിക്കും. അതിലൊരു വിഭാഗീയതയും ഉണ്ടാവില്ല. ടാർഗറ്റ് ഓറിയന്റഡായി നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ടൈം ബൗണ്ട് മിഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ആ ടൈം ബൗണ്ട് മിഷന്റെ കാര്യം ഉൾപ്പെടെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ആദിവാസികളായ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് മാതൃകയിൽ അല്ലാതെ അവരുടെ ശൈലിക്കനുസരിച്ചുള്ള വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചിട്ടുണ്ട്. കാളിദാസൻ ദേവദത്തം വിവരങ്ങളുമായി. കാളിദാസൻ, ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായല്ലോ, എന്തൊക്കെയാണത്? അനുജ, മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിയമസഭ അല്ലെങ്കിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഒരു ഉപസമിതി രൂപീകരിച്ചിരുന്നു. അതിന്റെ കൺവീനറാണ് കൃഷി വകുപ്പ് മന്ത്രി, വയനാടിന്റെ മന്ത്രിയായ ടി സിദ്ദിഖ്. അപ്പോൾ ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിലാണ് ഒപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയും ആ യോഗത്തിലുണ്ടായിരുന്നു. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അധികൃതരെ എല്ലാം വിളിച്ചു ചേർത്ത ഒരു യോഗമാണ് കളക്ടറേറ്റിൽ ഇന്ന് വൈകിട്ടോടുകൂടി നടന്നത്. അതിൽ ഊരാളുങ്കൽ അധികൃതരടക്കമുണ്ടായിരുന്നു. ഇനി മുന്നോട്ടുള്ള ടൗൺഷിപ്പ് പ്രവർത്തികൾ അതിവേഗത്തിലാക്കണമെന്നുള്ള നിർദ്ദേശമാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആദിവാസികളായ ദുരന്തബാധിതരെ സംബന്ധിച്ച് ടൗൺഷിപ്പ് മാതൃകയിലല്ലാതെ അവരുടെ ശൈലിക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നുള്ളതും കൂടിയാണ്. എന്തായാലും അതിനെ സംബന്ധിച്ച് ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് വീണ്ടും കൂടുതൽ തീരുമാനങ്ങളിലേക്കും അത് എത്തരത്തിലാണ് ആ വീടുകൾ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു പ്രഖ്യാപനം ഭയങ്കര പ്രശംസനീയമാണ് എന്നുള്ളതും കൂടിയാണ് ഒരു ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പുനരധിവാസത്തിലെ ഈ ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി ഇപ്പോൾ നിലവിൽ മാസവാടക, ദിനബത്തയൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉപജീവന ബത്ത എന്നുള്ള നിലയ്ക്ക് ജൂൺ 1 വരെയാണ് അതിന്റെ കാലാവധി എന്നുള്ളത്. അപ്പോൾ അത് നീട്ടാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു. 3 മാസത്തേക്ക് കൂടി ആ ദിനപത്തെ അടക്കമുള്ളത് നീട്ടുകയാണ്. ഈ ടൗൺഷിപ്പിൽ താമസം ആരംഭിച്ചിട്ടുള്ള ദുരന്തബാധിതർക്കടക്കം എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിർണായകമായ തീരുമാനം മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. വരും ദിവസങ്ങളിൽ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കും എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഈ ഒരു യോഗത്തിന് ശേഷം കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയത്. കാളിദാസൻ ദേവദത്തം, വയനാട്ടിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.